സ്വലാത്തിൻ്റെ കാര്യത്തിൽ ഒരു നിലപാട്, സക്കാത്തിൻ്റെ കാര്യത്തിൽ വേറെ ഒരു നിലപാട്, അങ്ങനെയല്ല. ഷഹാദത്ത് കലിമയാകട്ടെ, സ്വലാത്താകട്ടെ, സൗമാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, ഇത് അർക്കാനുൽ ഇസ്ലാമാണ്. ഇതിൽ ഒന്നിനെയും അറുത്തുമാറ്റുക സാധ്യമല്ല. അർഹരായ ആളുകൾക്ക് ഇത് ആവശ്യമുള്ള കുറേ മനുഷ്യന്മാർ നമ്മുടെ ചുറ്റിലുണ്ട്. അവർക്ക് എന്ത് ചെയ്യണം? മനസ്സറിഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടു കൂടെ അവർക്ക് സ്വതക്ക നൽകാൻ പറ്റണം. സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രാമാണികമായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സക്കാത്ത് എല്ലാവരും മനസ്സിലാക്കിയ പോലെ തന്നെ വിശുദ്ധ ഇസ്ലാമിൻ്റെ 5 അടിസ്ഥാന സ്തംഭങ്ങളിൽ വളരെ സുപ്രധാനമായ, അല്ലെങ്കിൽ ആ 5-ൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അഥവാ ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട 5 കാര്യങ്ങളിൽ ഒന്നാണ് സക്കാത്ത്. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഇസ്ലാം എത്രത്തോളം ഈ കാര്യത്തിന് പരിഗണനയും സ്ഥാനവും കൊടുത്തിട്ടുണ്ട്. നിസ്സാരമായി കാണേണ്ട, അല്ലെങ്കിൽ ഒരു വില കുറഞ്ഞ രീതിയിൽ കാണേണ്ട, സമീപിക്കേണ്ട ഒരു സംഗതിയല്ല. വളരെ മൂല്യമുള്ള, വളരെ ഉത്സാഹത്തോടെ കാണേണ്ടതും അറിയേണ്ടതുമായ ഒരു വിഷയമാണ്. മാത്രവുമല്ല, സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ടവർ അതിൻ്റെ ആ നിർബന്ധ അവസ്ഥയിലേക്ക് എത്തിയവർ അത് കൊടുത്തിട്ടില്ല എങ്കിൽ അവർക്ക് പരലോകത്ത് വരാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സമ്പാദിച്ചു കൂട്ടി വാരിക്കൂട്ടി വെച്ച ആ നിധികളെപ്പോലെ, നിധികൾക്ക് സമാനമായി അവർ കണ്ട സ്വർണവും വെള്ളിയും അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാതിരുന്നാൽ ഫബശ്ശിറുഹും ബി അദാബിൻ അലീം എന്നാണ്. വളരെ വേദനയേറിയ ശിക്ഷ അവർക്കുണ്ട് എന്നാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ മുന്നറിയിപ്പ്. മാത്രവുമല്ല, കത്തിജ്വലിക്കുന്ന നരകം അവരെ കാത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞു, ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ എന്നാണ്. നിങ്ങൾ നിധിയായി നിങ്ങൾ സൂക്ഷിച്ചു വെച്ച ആ കാര്യം കൊണ്ട് നിങ്ങൾ ശരിക്കും ആസ്വദിച്ചോളിന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ഭയങ്കര കാര്യം തിരിച്ചറിയണം. അതായത് ദുന്യാവിലെ സുഖത്തിന് വേണ്ടിയാണ് സക്കാത്ത് പോലും കൊടുക്കാതെ, അല്ലെങ്കിൽ സക്കാത്തൊന്നും കാര്യമായി ശ്രദ്ധിക്കണ്ട എന്നൊക്കെ വിചാരിച്ച് ആളുകൾ വാരിക്കൂട്ടിയത് എന്തിനാണ്? ദുന്യാവിലെ ആസ്വാദനത്തിനാണ്, ദുന്യാവിലെ സുഖത്തിന്. പക്ഷെ ശാശ്വതമായ ജീവിതത്തിൽ ശിക്ഷ കൊണ്ടുള്ള ആസ്വാദനം, അഥവാ നിന്ദ്യതയുടെ ആസ്വാദനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരുക്കിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ നിർബന്ധമാക്കപ്പെട്ട ഒരു സംഗതിയാണ് സക്കാത്ത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താ വെച്ചാൽ ശുദ്ധി കൈവരിക്കുക എന്നതാണ്. അഥവാ ശരിക്ക് സാമ്പത്തിക വിശുദ്ധിയും മാനസിക വിശുദ്ധിയും ആർജിക്കുക എന്നതാണ് സക്കാത്തിൻ്റെ പ്രധാന താല്പര്യമായി വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി സക്കാത്ത് എന്ന് പറയുമ്പോൾ അത് പ്രത്യേകമായ നിലക്ക് നൽകപ്പെടേണ്ട, അല്ലെങ്കിൽ കണക്കാക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുമ്പോൾ തന്നെ അത് ഇബാദത്താണ്, അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. നമ്മുടെ സമ്പത്തിൽ നിന്ന് നിർബന്ധമായും നമ്മൾ മാറ്റിക്കൊടുക്കേണ്ട ഒരു വിഹിതം പ്രത്യേകം പറയപ്പെട്ട വിഭാഗങ്ങൾക്ക് പ്രത്യേക സമയത്ത് കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. അഥവാ സമയം ഖാസാണ്, കൊടുക്കേണ്ടവർ പ്രത്യേകമാക്കപ്പെട്ടവരാണ്. അതുപോലെ സമ്പത്തായിട്ട്, വരുമാനമായിട്ട് ഏതൊക്കെയുണ്ടോ, സ്വർണ്ണമാകട്ടെ, വെള്ളിയാകട്ടെ, കച്ചവട വസ്തുക്കളാകട്ടെ, കൃഷി മുഖേന ഉണ്ടായതാകട്ടെ, ഇനി നാലുകാലികൾ, ഇപ്പോൾ ഒട്ടകം, പശു, ആട് പോലെയുള്ള കാര്യങ്ങളാകട്ടെ, അതേപോലെ നുക്കൂർ നാണയങ്ങളാകട്ടെ, ഇങ്ങനെയുള്ള പ്രത്യേക വസ്തുക്കളിൽ നിന്ന് നമുക്ക് നീക്കിയിരിപ്പായി കിട്ടുന്നത് അതിൻ്റെ ഒരു നിസാബ്, അതിന് നിസാബുണ്ട്, കണക്കുണ്ട്. ഇത്ര കണക്ക്, ഇപ്പോൾ സ്വർണ്ണമാണെങ്കിൽ ഇത്ര, വെള്ളിയാണെങ്കിൽ ഇത്രയെന്നുണ്ട്. ആ നിസാബ് എത്തിക്കഴിഞ്ഞാൽ ഒരു ഹൗല്, ഒരു വർഷം അതിന് തികയണം. ആ ഒരു വർഷം തികഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കേണ്ട, ഇപ്പോൾ സ്വർണം അത് 10.5 പവൻ അഥവാ 85 ഗ്രാം സ്വർണം, ശരിക്കും മനസ്സിലാക്കേണ്ട സംഗതിയാണ്. 85 ഗ്രാം സ്വർണം ഒരാൾക്കുണ്ടെങ്കിൽ അതിൻ്റെ 2.5 എന്ത് ചെയ്യണം? കൊടുക്കണം. അതിൻ്റെ 2.5% കൊടുക്കണം. അതേപോലെ തന്നെ വെള്ളിയാണെങ്കിൽ 595 ഗ്രാം വെള്ളി ഉണ്ടെങ്കിൽ കൊടുക്കണം. അപ്പോൾ എന്താണോ അതിൻ്റെ നിലവിൽ സക്കാത്ത് കൊടുക്കേണ്ട സമയമായാലുള്ള വില എന്താണോ ആ വിലയുടെ 2.5% എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. ഇപ്പോൾ ചില ആൾക്കാർ പറയും സ്വർണ്ണത്തിന് വില കൂടുമ്പോൾ എന്താ ചെയ്യുക? വില കുറയുമ്പോഴത്തെ പോലെ, കുറഞ്ഞാലും കൂടിയാലും വേണ്ടിയില്ല, അതിൻ്റെ ഹൗലെത്തിയിട്ടുണ്ടോ, നിസാബ് റെഡിയാണോ, 2.5% കൊടുക്കുന്ന രീതിയാണ് അവിടെ വേണ്ടത്. പിന്നെ ഈ റമദാനിൽ തന്നെ സക്കാത്ത് എന്തുകൊണ്ട് ചർച്ചയാകുന്നു? റമദാൻ ഒരു സക്കാത്തിൻ്റെ മാസമാണോ? അങ്ങനെ ഒന്നില്ല. ഓരോരുത്തരുടെയും നീക്കിയിരിപ്പിൻ്റെ,
അഥവാ പിന്നെ സൂക്ഷിപ്പ് സ്വത്തിൻ്റെ ഹൗല് ഏത് സമയമാണോ തികയുന്നത് അപ്പോഴാണ് കൊടുക്കേണ്ടത്. പക്ഷേ റമദാൻ ഒരുപാട് പുണ്യങ്ങൾ വാരി കൂട്ടാനുള്ള വലിയൊരു അവസരമാണ്. അപ്പോൾ മുൻഗാമികൾ തന്നെ ചെയ്തു വന്നിട്ടുള്ള കാര്യമാണ്, റമദാനിനോട് അടുത്തുള്ള മാസമോ അല്ലെങ്കിൽ റമദാൻ കഴിഞ്ഞിട്ടുള്ള ഒക്കെ മാസമാണ് ഹൗല് തികയുന്നതെങ്കിൽ അതിനെ അവരെന്ത് ചെയ്യും, റമദാനിലേക്ക് കണക്കാക്കും. എന്തുകൊണ്ട്? അത്രയും പുണ്യം അവർക്ക് സ്വായത്തമാക്കാൻ വേണ്ടി. അതാണ് റമദാൻ വരുമ്പോൾ കുറച്ചുകൂടി ഈ മേഖലയിൽ ഇടപെടാനും മറ്റുമൊക്കെ ഒരു ശ്രദ്ധ എല്ലാവർക്കും വരും എന്നതുകൊണ്ടാണ് ആ വിഷയത്തിൽ ഒരു റമദാനുമായി ബന്ധപ്പെട്ടത് കാര്യമായ ചർച്ച വരുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ശമ്പളമായി കിട്ടിയത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൃഷിയിലൂടെ കിട്ടിയതിൻ്റെ ഉണ്ടെങ്കിൽ, കച്ചവട ചരക്കുകൾക്കുണ്ടെങ്കിൽ, അതേപോലെ കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള കടം കൊടുത്തിട്ടുണ്ട്, അത് പിന്നെ കിട്ടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അവിടെ റെഡിയാണ് ഞാൻ വാങ്ങാത്തത് കൊണ്ടാണ്, ആ നിലക്കൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കാര്യങ്ങൾ കണക്കാക്കി എന്ത് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം. ഇനി ഇതിന് ഹിക്മത്ത് ഇസ്ലാമിലുണ്ട്. ഇസ്ലാമിൽ ഏത് കാര്യത്തിന് ഹിക്മത്തുള്ള പോലെ തന്നെ ഇതിനും ഇസ്ലാമിൽ എന്തുണ്ട്, ഹിക്മത്തുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഇൽ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല യുക്തിയാണ്. ഒരിക്കലും അതിൽ ഒരു പാളിച്ച, ഒരു അബദ്ധം, ഒരു അപാകതയില്ല. അതുപോലെ തന്നെ ഏറ്റവും നല്ല നന്മയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് കണക്കാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒരാൾ സക്കാത്ത് കൊടുക്കുന്നതിലൂടെ പിന്നെ അയാൾക്ക് അയാളുടെ ഈമാനെ ഒന്നുകൂടി ഉറപ്പിക്കാൻ സാധിക്കുന്നു. കാരണം എൻ്റെ ഇസ്ലാം എന്നോട് നിർബന്ധമാക്കിയതാണ്, ഞാനൊരു മുസ്ലിം ആയത് ഈ കാര്യത്തെ ഉൾക്കൊണ്ടത് കൊണ്ടാണ്. അതുപോലെ തന്നെ അയാളെ സ്വഭാവ സംസ്കരണം, കാരണം അയാളൊരു പിശുക്കനാകുന്നില്ല. അതേപോലെ തന്നെ അയാൾ കൊടുക്കേണ്ട ഹക്ക് കൊടുക്കുകയാണ്. ഇത് അള്ളയുമായിട്ടുള്ള വലിയൊരു ഹക്കാണ്. അപ്പോൾ ആ ഹക്ക് അയാൾ എന്ത് ചെയ്യുന്നു, വീട്ടുന്നു. അതുപോലെ തന്നെ അയാൾക്കൊരു ഇൻഷിറാവു സുദർ ഉണ്ടാകുക, ഒരു മാനസിക വിശാലത കിട്ടുകയാണ്. അഥവാ ഫക്കീറായി, മിസ്കീനായി, അതേപോലെ തന്നെ കടം കൊണ്ട് കുടുങ്ങി നടക്കുന്ന ആളുകൾക്ക് അയാളുടെ ഈ ബാധ്യത വിട്ടുകൊടുത്ത് എന്ത് ചെയ്യുന്നു, അവരെ കരകയറ്റുന്നു എന്ന വലിയൊരു ദൗത്യം. അതുപോലെ തന്നെ ഈ പിന്നെ ഈ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ഇസ്സത്ത്, ഒരു പ്രതാപം ശരിക്കും അവിടെ തെളിയാണ്. കാരണം വിശുദ്ധ ഇസ്ലാം വഹ്സിൻ കമാ അഹ്സൻ അല്ലാഹു ഇലൈക, അള്ളാഹു നിനക്ക് നന്മ ചെയ്ത പോലെ നീ നന്മ ചെയ്യ്. കാരണം ഇയാൾക്ക് ഇത്രയും വരുമാനം കിട്ടിയത് അല്ലെങ്കിൽ സമ്പത്തുണ്ടായത് ഇത് റബ്ബിൻ്റെ തീരുമാനത്തിൽപ്പെട്ടതാണല്ലോ. പണ്ട് ഖാറൂനൊക്കെ പറഞ്ഞ പോലെ എൻ്റെ ഇൽമു കൊണ്ട് ഞാൻ നേടിയതാണ് എന്നൊരു അഹന്തയും അഹങ്കാരവും അല്ലെങ്കിൽ പരസ്പരം പെരുമ നടിക്കാനും പൊങ്ങച്ചം കാണിക്കാനും ഒന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി കൊടുത്ത വഴിയിലൂടെ തൊയ്യിബായ നിലക്ക് അയാൾ സമ്പാദിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി തന്നെപ്പോലെയുള്ള ആളുകൾക്കും അയാൾ നന്മ ചെയ്യണം. അതാണ് ഒരു ഇസ്ലാമിൻ്റെ ഇസ്സത്ത് അവിടെ അയാൾ സംരക്ഷിക്കുന്നു. അതുപോലെ ആകാശ ലോകത്ത് നിന്ന് ഖൈറ് കിട്ടാൻ ഇപ്പോൾ ഹദീസിൽ കാണാം, മഴ പോലും തടയപ്പെടും എന്നാണ്. മഴ പോലും തടയപ്പെടും. പക്ഷേ വലൗലൽ ബഹായിം, ഇവിടെ ജീവജാലങ്ങൾ ജന്തുക്കളൊക്കെ ഉള്ളതുകൊണ്ട് മഴ എന്ന റഹ്മത്ത് കിട്ടുന്നു. അതേപോലെ തന്നെ ഈ ഫുഖറാകളെ കൊണ്ടുള്ള ഫുഖറാകൾ അധികരിക്കാതിരിക്കാൻ, കാരണം ഇന്നമ സദഖാതുൽ ഫുഖറാഇ വൽ മസാക്കീൻ, 8 ഇനങ്ങളെ എണ്ണിപ്പറഞ്ഞു. ആ 8 ഇനങ്ങളിൽ പ്രഥമ പരിഗണന ആർക്കാണ്? ഫുഖറായിനാണ്. അതേപോലെ അത് കഴിഞ്ഞാൽ മിസ്കീനാണ്. അപ്പോൾ ഈ ഫുഖറായിനെയും മിസ്കീനെയും ഒക്കെ ശരിക്ക് പരിഗണിച്ച് അവരെ കൊണ്ടുള്ള ഒരു ആധിക്യം, അല്ലെങ്കിൽ അവരെ കൊണ്ട് സമൂഹത്തിന് കൂടുതൽ പ്രയാസകരമായ അവസ്ഥകൾ ഉണ്ടാവുക എന്നതിൽ നിന്ന് കരകയറാൻ ഒരു മോചനത്തിനുള്ള വലിയൊരു മാർഗവുമൊക്കെയായിട്ട് സക്കാത്തിനെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ വിഷയത്തെ വളരെ കണിശമായി തന്നെ ശ്രദ്ധിക്കണം. ഇത് ഈമാനിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സക്കാത്ത് തടഞ്ഞുകൊണ്ട് ചില ആളുകൾ വന്നു. അഥവാ ചില ആളുകൾ സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞാണ് വന്നത്. അതേപോലെ ചില ആളുകൾ പറ്റ മുർത്തദ്ദുകളായി. ചില ആളുകൾക്ക് ചില വിഷയങ്ങളോട് എന്ത് ചെയ്തു, ഇനി നമ്മൾ അങ്ങനെ വേണോ ഇങ്ങനെ വേണോ തോന്നലുണ്ടായി. അവിടെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു എടുത്തൊരു നിലപാടുണ്ട്. അഥവാ എൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തിരുന്ന ഒന്ന് എനിക്കാരെങ്കിലും തടഞ്ഞാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് തെളിവ്? അബൂബക്കർ തന്നെ ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഇത് ഇസ്ലാമിൻ്റെ സ്വലാത്തിൻ്റെ കാര്യത്തിൽ ഒരു നിലപാട്, സക്കാത്തിൻ്റെ കാര്യത്തിൽ വേറെ ഒരു നിലപാട്, അങ്ങനെയല്ല. ഷഹാദത്ത് കലിമയാകട്ടെ, സ്വലാത്താകട്ടെ, സൗമാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, ഇത് അർക്കാനുൽ ഇസ്ലാമാണ്. ഇതിൽ ഒന്നിനെയും അറുത്തുമാറ്റുക സാധ്യമല്ല. ആരെങ്കിലും ഒന്നിനോട് ഒരു മോശമായ നിലപാട്, ഇപ്പോൾ ഈ മതവിരോധമൊക്കെ തലക്ക് പിടിച്ച് നടക്കുന്ന കുറേ ആളുകളുണ്ട്. അവരിപ്പോഴും
ആ സക്കാത്തിനോടുള്ള വിരോധവും വിമുഖതയും ഒക്കെ സമൂഹത്തിൽ പിന്നെ പ്രചരിപ്പിക്കുന്ന അവസ്ഥ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ഇസ്ലാമിന് കീഴ്പ്പെട്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സക്കാത്തിൻ്റെ കാര്യത്തിൽ അണു അളവ് പിന്നെ പിറകോട്ട് പോകാൻ ഒരിക്കലും അവന് കഴിയില്ല. അതോടൊപ്പം തന്നെ ഈ സക്കാത്തിൻ്റെ അവകാശികളെ എണ്ണിയ കൂട്ടത്തിൽ വൽ ആമിലീന അലൈഹ, അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകൾ എന്ന് പ്രത്യേകം ഒരു വിഭാഗം, മൂന്നാമത്തെ വിഭാഗമായിട്ട് അൽ ആമിലൂന അല സക്കാത്ത്. അപ്പോൾ ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ വെച്ചാൽ, സക്കാത്ത് കൃത്യമായി ശേഖരിച്ച് അത് അതിൻ്റെ അവകാശികളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് പോലെ ആമിലീന അലൈഹ എന്നത് വന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാർ കാലങ്ങളായി അഹ്ലുസുന്നയെ എതിർക്കുന്ന ഒരു വശമാണ് സക്കാത്തിനെ സ്വരൂപിച്ച് അതിങ്ങനെ അതിനൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ആ കമ്മിറ്റി കണക്കും വരവ് ചെലവൊക്കെ അവതരിപ്പിച്ച് അങ്ങനെ പോകുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞ് അഹ്ലുസുന്നയെ വേദനിപ്പിക്കാനും വേട്ടയാടാനും ഇവരിപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ചെറിയ ചില മാറ്റങ്ങളൊക്കെ അവർക്ക് വന്നു തുടങ്ങിയിട്ടുമുണ്ട്. എങ്ങനെ അത് സ്വരൂപിക്കാനൊക്കെ ഉള്ള സംവിധാനം നമ്മളെടുത്തിട്ടുണ്ട്, സക്കാത്തിൻ്റെ ആളുകളൊക്കെ ഇവിടെ എത്തിക്കുക, ഇവിടെ ഏൽപ്പിക്കുക എന്നൊക്കെ പറയുന്നൊരു തലത്തിലേക്കും അവരങ്ങനെയാണ്. കാരണം ആദ്യം അവർ എതിർക്കും, പിന്നെ അവർ നിരീക്ഷിക്കും, പിന്നെ അവർ സ്വന്താക്കാൻ നോക്കും. ഇതാണ് അവരുടെ രീതി. ഒന്നും കൂടി ഉണ്ട്, ഏറ്റവും കൂടുതൽ ഞങ്ങളത്. അതെ, പിന്നെ അതിൻ്റെ മേൽക്കോയ്മ അവകാശപ്പെടും. ഇങ്ങനത്തെ ഒരു രീതിയാണ് അവർക്കുള്ളത്. അപ്പോൾ സക്കാത്തിൻ്റെ ഈ കാര്യത്തിലും ആ രീതി എന്താണ് അവർ പിന്നെ ഇപ്പോൾ പ്രകടിപ്പിച്ചതായിട്ട്, എന്നാൽ ഭയങ്കര രൂക്ഷ എതിർപ്പുമാണ് ഞങ്ങളതിൻ്റെ ആളുകളല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വിശുദ്ധ ഇസ്ലാമിൻ്റെ നിർദ്ദേശം ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ് മിൻ അംവാലിഹിം സദഖ സ്വീകരിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തേക്ക് സക്കാത്തുമായിട്ട് പല കബീലകളും വരാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് സ്വഹാബത്തിനെ പറഞ്ഞയക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായി ഉള്ള രീതിയാണ്. ഖുലഫായിൻ്റെ കാലഘട്ടത്തിൽ വലിയ പരിഷ്കരണങ്ങൾ, വലിയ പുരോഗതികൾ എണ്ണുന്ന കൂട്ടത്തിൽ സക്കാത്തുമായി ബന്ധപ്പെട്ട് ശേഖരിക്കാനും മറ്റുമൊക്കെ ഉണ്ടായ കാര്യങ്ങളെ അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞപ്പോൾ ഷെയ്ഖ് നാസർ സഅദി റഹിമഹുല്ലാ ഈ ആമിലൂനെ പറയുന്ന കൂട്ടത്തിൽ പറയാണ്, വഹും പിന്നെ കുല്ലുമല്ലഹു അമലുൻ, അതുമായി ബന്ധപ്പെട്ട് അമലുള്ളവരൊക്കെ, അതേപോലെ തന്നെ അതിൽ ഷുഗലുള്ളവരൊക്കെ, മൻ ഹാഫദലഹ ഔ ജാബലഹ മിൻ അഹ്ലിഹ ഔ റായിൻ ഔ ഹാമിൽ, അതേപോലെ ഔ കാത്തിബ്, അത് വഹിക്കുന്ന ആൾ, എഴുതി വെക്കുന്ന ആൾ, സൂക്ഷിക്കുന്ന ആൾ, അത് സ്വരൂപിച്ച് കൊണ്ടുവരുന്ന ആൾ, ഇങ്ങനെ ഓരോന്നും പ്രത്യേകം എടുത്ത് ഷെയ്ഖ് നാസർ, അദ്ദേഹം അറിയപ്പെട്ട ഫഖീഹാണ്, ലോകം അറിയപ്പെട്ട വലിയ ഫഖീഹാണ്, മുഹദ്ദിസാണ്, അതേപോലെ മുഫസ്സിറാണ്, ഇങ്ങനെ ഓരോന്നും കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനെ എതിർക്കുന്ന ആളുകൾ, ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു ഇനത്തെ രൂക്ഷമായി എതിർക്കുന്നവരും കളിയാക്കുന്നവരൊക്കെ സമൂഹത്തിലുണ്ട്. ഏതായിരുന്നാലും ഈ വിഷയത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി അത് കൊടുക്കാൻ അർഹതപ്പെട്ട ആളുകൾ അതിൻ്റെ അവകാശികൾക്ക് അത് വിട്ടുകൊടുക്കാനുള്ള ഒരു ശ്രദ്ധ, അത്രയും മഹത്വവും അതേപോലെ തന്നെ സ്ഥാനവും ഇസ്ലാം കൊടുത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കി അതിലുള്ള സംശയങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കി ദൂരീകരിച്ച് അത് കൃത്യമായി കൊടുത്തു വീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും സക്കാത്തുമായി ബന്ധപ്പെട്ട പ്രാമാണികമായ മറുപടിയാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഈ അവസരത്തിൽ സ്വതക്ക കൂടി ഇതിൽ കൂട്ടിച്ചേർത്ത് സംസാരിക്കേണ്ടതുണ്ട്. ഞാനത് പറയുന്നതിന് മുമ്പ് പിന്നെ മുസലായി മാഷാ അല്ലാഹ് വളരെ ഭംഗിയായിട്ട് അതിൻ്റെ വിഷയങ്ങൾ പറഞ്ഞു. ഇന്നത്തെ കാലത്ത് മുമ്പത്തെ അപേക്ഷിച്ച് ആളുകളൊക്കെ ഒരു അത്യാവശ്യം നന്നായി ജീവിക്കാൻ പറ്റുന്ന ഒരു സൗകര്യമുള്ള കാലഘട്ടത്തിലാണ്. അപ്പോൾ മുമ്പൊക്കെ ആളുകളുടെ പ്രയാസങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും ഇന്ന് കുറേ ആളുകൾ സക്കാത്ത് കൊടുക്കേണ്ട ആൾക്കാരാണ്, വാങ്ങാൻ ആൾക്കാർ കുറവും, കുറേ ആൾക്കാർ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു പഠനം ഏതൊരു മുസ്ലിം കുടുംബത്തിൽ എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് ആഴത്തിലൊരു പഠനം നടത്തും. ഇപ്പോൾ പ്രൂഫ് പോയിൻ്റ് പോലുള്ള അങ്ങനത്തെ ഒരു വേദിയിൽ നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് പിന്നെ പൂർത്തിയാക്കാൻ പറ്റുന്നതല്ല, അതിൻ്റെ ഒരു സ്ട്രക്ചർ മാത്രമാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതുകൊണ്ട് തന്നെ സക്കാത്തിനെക്കുറിച്ച് നല്ല പഠനം നടത്തി കൊടുക്കേണ്ട മുഴുവൻ ആളുകൾ എന്ത് ചെയ്യണം, സക്കാത്ത് കൊടുക്കുക. കാരണം പടച്ച തമ്പുരാൻ വെച്ചൊരു സംവിധാനമാണ്. മുസലാൻ്റെ ഒരു പ്രയോഗം അത് പണ്ഡിതന്മാർ പറഞ്ഞത് എന്ന് വെച്ചാൽ ഫുഖറാകളായ ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല, കൂടുതൽ വർദ്ധിക്കാൻ പാടില്ല. അത് പടച്ചം വെച്ചൊരു വ്യവസ്ഥയാണ്. അപ്പോൾ അതില്ലാതെയാകണമെങ്കിൽ ഈ നിയമം നമ്മൾ പാലിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം വീടുകൾ ഒരു നല്ല പഠനം നടത്തി ഞങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടവരാണോ എങ്കിൽ കൃത്യമായി കൊടുക്കുന്ന ആളുകളായിട്ട് മാറണം. ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു അപകടം പറയാം. ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥന അല്ലാഹു പിന്നെ സ്വീകരിക്കണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള കുറേ മാനദണ്ഡം, ഇപ്പോൾ നോമ്പുകാരൻ്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും, അതുപോലെ യാത്രക്കാരൻ്റെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുദീർഘ യാത്ര ചെയ്യുന്ന മനുഷ്യൻ്റെ ഉദാഹരണം പറയുന്നൊരു വാചകം എന്താ, അയാൾ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. മുടി പിന്നെ ജട കുത്തിയിട്ടുണ്ട്, യാത്രേൻ്റെ എല്ലാ അടയാളമുണ്ട്. കാരണം അയാളുടെ ദുആ സ്വീകരിക്കണം. പക്ഷേ അയാളുടെ ദുആ സ്വീകരിക്കുന്നില്ല. കാരണം എന്താ, മത്അമഹു ഹറാം വമശ്റബഹു ഹറാം എന്നാണ്. അയാളുടെ ഭക്ഷണം, അയാളുടെ വസ്ത്രം, അയാളുടെ പാർപ്പിടം ഇതൊക്കെ ഹറാമാണെന്നാണ്. അപ്പോൾ ഈ ഹറാമെന്ന് പറഞ്ഞാൽ അയാൾ സ്വർണ്ണത്തിൻ്റെ കുപ്പായിട്ടെന്നല്ല അതിൻ്റെ അർത്ഥം. അയാൾ ഇസ്ലാം നിരോധിച്ച ഹറാമാക്കിയ പന്നിമാംസം തിന്നുന്നതല്ല. അയാളുടെ സമ്പത്തിൽ എന്തുണ്ട്,
പരിശുദ്ധിയില്ല. അപ്പോൾ സമ്പത്ത് പരിശുദ്ധമാകണമെങ്കിൽ പല വഴികളുണ്ട്. അതിലൊരു വഴി എന്താ? അപ്പോൾ 100 രൂപ കയ്യിലുള്ള ഒരാൾ 2.5 റുപ്യ സക്കാത്ത് കൊടുത്താലേ എന്ത് ചെയ്യുള്ളൂ? ഞാൻ ഉദാഹരണം പറഞ്ഞത് കണക്കല്ല, അതിൻ്റെ നിസാബത്തിയ അതിൻ്റെ 2.5% ഹൗല് പൂർത്തിയായ നിസാബത്തിയ ഒരു സംഖ്യക്ക് അതിൻ്റെ 2.5% കൊടുക്കാതിരുന്നാൽ അയാളുടെ സമ്പത്ത് അശുദ്ധമാണ്. അപ്പോൾ അയാളുടെ പ്രാർത്ഥന എന്ത് ചെയ്യില്ല? അള്ളാഹു സ്വീകരിക്കില്ല. അപ്പോൾ ഇത് നിസാരമായൊരു കാര്യമല്ല, ഗൗരവമുള്ള വിഷയമാണെന്നുള്ളതാണ് അതിനോട് ചേർത്ത് പറയാനുള്ളത്. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചത് സ്വതക്കയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സദക്ക സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായ ദാനാണ്. ആരാണോ കൊടുക്കാൻ ബാധ്യതപ്പെട്ടവർ അവർ കൊടുക്കണം. എന്നാൽ സ്വതക്ക അങ്ങനെയല്ല. സക്കാത്ത് കൂടാതെ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഏതൊരു മനുഷ്യൻ, അവിടെ സമ്പന്നനോ ദരിദ്ര ഒന്നുമില്ല, ഏതൊരാൾക്കും എന്ത് ചെയ്യുക? സ്വതക്ക നൽകാം. ഐച്ഛികമായ, നിർബന്ധമല്ലാത്ത ഐച്ഛികമായ ദാനം നൽകുക. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഇബാദുർ റഹ്മാൻ്റെ അടയാളങ്ങൾ അള്ളാഹു എണ്ണി പറയുമ്പോൾ വല്ലദീന ഇദ അൻഫഖൂ ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ എന്ന പ്രയോഗം കാണാൻ പറ്റും. വളരെ വളരെ എന്താ പറയുക, ഭംഗിയുള്ളൊരു ആയത്താണിത്. അതിൽ അള്ളാഹു പറയുന്നത് ചെലവ് ചെയ്യുകയാണെങ്കിൽ അവർ ദൂർത്തടിക്കുക, അമിതവേ നടത്തൂല, അതേപോലെ തന്നെ പിശുക്കി പിടിക്കൂല. അതിൻ്റെ ഒരു വസത്തിയത്ത് പാലിക്കുന്ന, ചെലവഴിക്കുന്ന ആളുകളാണ് ആര്? അള്ളാഹുവിൻ്റെ അടിമകളെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ആരാണ് അനന്തരാവകാശികളുടെ സ്വത്തിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തിനെയാണോ അനന്തരാവകാശികളുടെ സ്വത്തിനെയാണോ ഇഷ്ടം? അപ്പോൾ സ്വഹാബികൾ പറയുന്നത്, നബിയെ എങ്ങനെയാണ് അനന്തരാവകാശികളുടെ സ്വത്തിനെ ഇഷ്ടപ്പെടുക? ഞങ്ങളുടെ സ്വത്തിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിക്കുന്ന വാചകം ഫഇന്നമാ ലഹു മാ ഖദ്ദമ, എന്തൊന്നാണ് അവൻ ചിലവാക്കിയത് അതാണ് അവൻ്റെ സ്വത്ത്. എന്നാൽ വമാലു വാരിഥിഹി മാ അഖറ, അനന്തരാവകാശിയുടെ സ്വത്ത് എന്നാലും ബാക്കിയാക്കുന്ന. അപ്പോൾ നബി വലിയൊരു പാഠാണ് അവിടെ നൽകുന്നത്. സ്വതക്ക നൽകാനുള്ളൊരു പ്രചോദനമാണ്. വിശ്വാസികളായ ആളുകൾ അവരുടെ സമ്പത്തിൽ അവരധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്ന് അർഹരായ ആളുകൾക്ക്, ഇതാവശ്യമുള്ള കുറേ മനുഷ്യന്മാർ നമ്മുടെ ചുറ്റിലുണ്ട്, അവർക്ക് എന്ത് ചെയ്യണം? മനസ്സറിഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടു കൂടെ അവർക്ക് സ്വതക്ക നൽകാൻ പറ്റണം. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് റമദാനിൽ പറയാം, കാന അജ്വദുന്നാസ്ന, അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ ഏറ്റവും ഔദാര്യവാനായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് നമുക്ക്. നബിൻ്റെ വീട് പട്ടിണി കിടന്ന വീടാണ്. 2 മാസക്കാലം അസ്വദൈൻ, ഈത്തപ്പഴം പിന്നെ പച്ചവെള്ളം കൊണ്ട് ജീവിച്ച ആൾക്കാരാണ്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യുന്നു? അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ സ്വതക്ക നൽകിയതാണ്. അതേപോലെ തന്നെ നബിയോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നബി ഇല്ല എന്ന് പറയില്ല, നബി എന്തെങ്കിലും കൊടുക്കും. അല്ലെങ്കിൽ നല്ല വാക്കെങ്കിലും പറയുന്ന ഒരു ശൈലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ സ്വതക്ക എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും, നമുക്കിപ്പോൾ ഒരു മനുഷ്യനടുത്ത് 1 ഉറുപ്പികയുള്ളെന്ന് വിചാരിക്കുക, ഒരു ഫക്കീറാണ്, പാവപ്പെട്ടവനാണ്, അയാൾക്ക് സ്വതക്ക കൊടുക്കാം. അയാൾക്ക് സക്കാത്ത് ബാധ്യതയല്ല, പക്ഷേ അയാൾക്ക് സ്വതക്ക കൊടുക്കാൻ എന്തില്ല, തടസ്സമല്ല. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ കൃത്യമായ അതിന് ആളുകളുണ്ട്, കൊടുക്കേണ്ട ആൾക്കാരുണ്ട്, വാങ്ങേണ്ട ആൾക്കാരുണ്ട്. അത് വളരെ ഒരു ചട്ടയുടെ ഉള്ളിലാണ്. എന്നാൽ സ്വതക്ക അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ ഒരിക്കൽ ഒരു മനുഷ്യൻ വരുന്നുണ്ട്. അയാൾ പറഞ്ഞു, നബിയെ വിശക്കുന്നുണ്ട്, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പം നബിയുടെ അതിഥി ഏറ്റെടുക്കാൻ ആരാണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബിൻ്റെ അതിഥിനെയും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നടക്കുന്ന എന്താ? വീട്ടിലൊന്നുമില്ല, ഭക്ഷണമല്ല, ആകെ അവരുടെ കുഞ്ഞിനുള്ള ഭക്ഷണം മാത്രമാണ്. അപ്പോൾ അദ്ദേഹം ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി ഭാര്യനോട് പറഞ്ഞു. അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അതിഥിനെ ക്ഷണിച്ചു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ വിളക്കൂതി എന്നുള്ളതാണ്. വിളക്കൂതി ആരും ഭക്ഷണം കഴിക്കുന്ന പോലെ അഭിനയിച്ചു. തൻ്റെ അതിഥിയെ വയറ് നിറയെ എന്ത് ചെയ്തു? അയാൾ ഊട്ടി. ആ ഉള്ള ഭക്ഷണം അയാളെ കൊണ്ട് പിന്നെ ഒരുപക്ഷെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം വേറെ ആവർത്തിച്ചിട്ടുണ്ടാവില്ല. അത്രമാത്രം ഒരു സ്വതക്കയുടെ ഇതിനേക്കാൾ നല്ലൊരു ഉദാഹരണം നമ്മൾ എന്താ പറയുക? അയാളുടെ വീട്ടിലൊന്നുമില്ല, എന്നിട്ട് അയാൾ എന്ത് ചെയ്യണം? അതിനെ അള്ളാഹു പ്രശംസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അയാൾക്കും അയാളുടെ കുടുംബത്തിനും ആവശ്യമുള്ളവരായിരിക്കും എന്ത് ചെയ്യാണ്? മറ്റുള്ളവരെ പരിഗണിക്കുക. അപ്പോൾ ഇതാണ് സ്വതക്ക എന്ന് പറയുന്നത്. നമ്മൾ പാവപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുക? പരിഗണിക്കുക, അവരെ സഹായിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ കുറേ സംവിധാനങ്ങൾ നിലനിന്ന് പോകുന്നത് ഈ ആളുകളുടെ സ്വതക്കകൾ കൊണ്ടാണ്. നമ്മുടെ പീസ് റേഡിയോ സംവിധാനം, പീസ് റേഡിയോ എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ആളുകളുടെ അവരുടെ ചെറിയ ചെറിയ സംഖ്യകൾ കൊണ്ടാണ് 24 മണിക്കൂർ നന്മയായി ഒഴുകുന്ന ഈ സംവിധാനം നിലനിൽക്കുന്നത്. നമ്മുടെ ജാമിഅൽ ഹിന്ദ് എന്ന സ്ഥാപനം, യഥാർത്ഥത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ കോൺവെക്കേഷൻ നടന്നത്. അവിടുന്ന് ദീന് പഠിച്ച കുട്ടികളിറങ്ങി, അവർ റോട്ടിലിറങ്ങി, അതേപോലെ തന്നെ അവർ പ്രസിദ്ധീകരണങ്ങളിലൂടെ പല മാധ്യമങ്ങളിലും അവർ ഇസ്ലാമിനെയാണ് എന്ത് ചെയ്യുന്നത്? പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വതക്ക ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുടെ സ്വതക്കകൾക്ക് ഏറ്റവും നല്ല കൂലി കിട്ടുന്ന കുറേ ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട്. അതേമാതിരി പീസ് റേഡിയോ പോലുള്ള, ജാമിഅൽ ഹിന്ദ് പോലെയുള്ള, പിന്നെ നമ്മുടെ നാട്ടിലെ പള്ളികൾ, ഇന്ന് കേരളത്തിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒട്ടുമിക്ക പള്ളികളുടെയും പിന്നിൽ എന്തുണ്ട്? വലിയ വലിയ സ്വതക്കകളുടെ കഥകൾ പറയാനുണ്ടാവും. പിന്നെ എല്ലാം ഉണ്ടായ ആൾക്കാരല്ല, പാവപ്പെട്ട ആൾക്കാർ. ഇപ്പോൾ ഓരോ നാട്ടിൽ അവർ തന്നെ, ഇപ്പോൾ പണ്ടൊക്കെ വിദേശ നാടുകളിലേക്ക് പോയിട്ട് പിരിവെടുക്കുന്നത്, ഇന്ന് അതൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ ഇന്ന് അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്.
ഇന്ന് ആ നാട്ടിൽ നിന്ന് തന്നെ ഇപ്പം ഓരോരുത്തർ പറയാറുള്ളത് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ 1 കോടി ഉണ്ടാക്കി അല്ലെങ്കിൽ 1.5 കോടി റുപ്യ ഉണ്ടാക്കി, സ്ഥലത്തിന് ഞങ്ങൾ വാങ്ങി. അപ്പോൾ ആളുകൾ സ്വതക്ക കൊടുക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ പോസിറ്റീവായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അതിനെ എടുക്കേണ്ടത്. ആ മേഖലയിൽ ശ്രദ്ധയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ വിശുദ്ധ റമദാനിനെ മുന്നിൽ വെച്ച് ഈ റമദാനിൽ സ്വതക്കൾക്ക് വലിയ കൂലിയുണ്ട്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി എന്ത് ഐച്ഛികമായ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. തീർച്ചയായിട്ടും വിശ്വാസി സമൂഹം മനസ്സിലാക്കേണ്ടത് ഈ പരിശുദ്ധമായ റമദാനിൽ അതിൻ്റെ ആ പരിശുദ്ധത കാത്തു സൂക്ഷിക്കുന്ന പോലെ തന്നെ നമ്മുടെ സമ്പത്തിനും അതേപോലത്തെ പരിശുദ്ധതയുണ്ട്. സക്കാത്ത് കൊണ്ടും സ്വതക്ക കൊണ്ടുമൊക്കെ ഒരുപാട് നന്മകൾ എത്തിപ്പിടിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും തൗബ ചെയ്തും സക്കാത്ത് കൊടുത്ത് നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിച്ചും എത്തിക്കുന്ന നല്ല സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.